ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലളിതമായി രസകരമായി നമ്മുടെ ബൈബിൾ അറിവിനെ ഒന്ന് പരിശോധിച്ചാലോ? ചോദ്യം 1. രണ്ടാം ദിവസം ദൈവം സൃഷ്ടിച്ചതെന്ത്? എ. ഭൂമി, ബി. കടൽ, സി. വെളിച്ചം, ഡി. ആകാശം. ഉത്തരം ഡി. ആകാശം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 2. ഏദൻ തോട്ടം നനയ്ക്കുന്ന നദിയുടെ ആദ്യത്തെ കൈവഴി ഏത്? എ. ടൈഗ്രീസ്, ബി. പിഷോൺ, സി. നൈൽ, ഡി. യൂഫ്രട്ടീസ്. ഉത്തരം ബി. പിഷോൺ. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ചോദ്യം 3. സേത്തിൻ്റെ പിതാവ് ആര്? എ. ആദം, ബി. കായേൻ, സി. ആബേൽ, ഡി. ഹെനോക്ക്. ഉത്തരം എ. ആദം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 4. ദൈവവും നോഹിയുമായുള്ള ഉടമ്പടിയുടെ അടയാളം എന്ത്? എ. മേഘം, ബി. മഞ്ഞ്, സി. മഴവില്ല്, ഡി. മഴമേഘം. ഉത്തരം സി. മഴവില്ല്. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ചോദ്യം 5. ഹെനോക്ക് ആരുടെ പുത്രനായിരുന്നു? എ. കയേൻ, ബി. ആബേൽ, സി. സേത്ത്, ഡി. ലാബാൻ. ഉത്തരം എ. കായേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 6. എത്രാമത്തെ വയസ്സിലാണ് കർത്താവ് അബ്രാമിനെ അബ്രാഹമായി ഉയർത്തിയത്? എ. 120-ാം വയസ്സിൽ, ബി. 99-ാം വയസ്സിൽ, സി. 96-ാം വയസ്സിൽ, ഡി. 86-ാം വയസ്സിൽ. ഉത്തരം 99-ാം വയസ്സിൽ. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 7. സെയിർ മലയിലെ ഏദോമ്യരുടെ പിതാവ് ആര്? എ. യാക്കോബ്, ബി. ഏസാവ്, സി. അബ്രാഹം, ഡി. ഇസഹാക്ക്. ഉത്തരം ബി. ഏസാവ്. ഉൽപ്പത്തിയുടെ പുസ്തകം 36-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 8. ആടുകളെ മേയിച്ചുകൊണ്ട് മോശ എത്തിച്ചേർന്ന ദൈവത്തിൻ്റെ മല ഏത്? എ. സീനായ്, ബി. ഹോറേബ്, സി. താബോർ, ഡി. സെയിർ. ഉത്തരം ഹോറേബ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 9. റെബേക്കയുടെ സഹോദരൻ ആര്? എ. ബെത്തുവേൽ, ബി. നാഹോർ, സി. ലാബാൻ, ഡി. എലിഫാസ്. ഉത്തരം സി. ലാബാൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 29-ാം വാക്യം. ചോദ്യം 10. മോശയുടെ ഗോത്രം ഏത്? എ. ലേവി ഗോത്രം, ബി. യൂദാ ഗോത്രം, സി. ശിമയോൻ ഗോത്രം, ഡി. ആഷേർ ഗോത്രം. ഉത്തരം ലേവി ഗോത്രം. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 11. മോശയുടെ ഭാര്യയുടെ പേരെന്ത്? എ. മിൽക്ക, ബി. റാഹേൽ, സി. റെബേക്ക, ഡി. സിപ്പോറ. ഉത്തരം ഡി. സിപ്പോറ. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 12. ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട സ്ഥലത്തിന് യാക്കോബ് നൽകിയ പേരെന്ത്? എ. പെനുവേൽ, ബി. ബെഥേൽ, സി. പാദാനാരാം, ഡി. ഷെക്കേം. ഉത്തരം എ. പെനുവേൽ. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 30-ാം വാക്യം. ചോദ്യം 13. ജോസഫിൻ്റെ സ്വപ്ന വ്യാഖ്യാനം പോലെ ഫറവോ ഉദ്യോഗത്തിൽ തിരികെ നിയമിച്ചത് ആരെ? എ. സൈന്യാധിപനെ, ബി. പാചകക്കാരനെ, സി. പാനപാത്രവാഹകനെ,
ഡി കൊട്ടാരം സൂക്ഷിപ്പുകാരനെ? ഉത്തരം സി പാനപാത്രവാഹകനെ. ഉൽപ്പത്തിയുടെ പുസ്തകം 40-ാം അധ്യായം 21 22 വാക്യങ്ങൾ. ചോദ്യം 14. അഹറോൻ്റെ സഹോദരിയായ പ്രവാചിക ആര്? എ ലയ, ബി മിരിയാം, സി ബിൽഹ, ഡി ഹാഗാർ. ഉത്തരം ബി മിരിയാം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 15. ഞാനൊരു പ്രവാസിയാകുന്നു എന്ന് പറഞ്ഞ് മോശ പുത്രന് നൽകിയ പേരെന്ത്? എ ജത്രോ, ബി എലിയേസർ, സി എലിഫാസ്, ഡി ഗർഷോം. ഉത്തരം ഡി ഗർഷോം. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 16. കർത്താവിൻ്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ച അഹറോൻ്റെ പുത്രന്മാർ ആരെല്ലാം? എ മിഷായേലും എൽസഫാനും, ബി ബസാലേലും ഒഹോലിയാബും, സി നാദാബും അബിഹൂവും, ഡി ഗർഷോമും എലിയേസറും. ഉത്തരം സി നാദാബും അബിഹൂവും. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 17. അഹറോൻ മരിച്ചത് എവിടെ വച്ച്? എ നെബോ മലയിൽ, ബി സീനായ് മലയിൽ, സി താബോർ മലയിൽ, ഡി ഹോർ മലയിൽ. ഉത്തരം ഡി ഹോർ മലയിൽ. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 18. ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന 12 കല്ലുകൾ ജോഷുവ സ്ഥാപിച്ചത് എവിടെ? എ ഷീലോയിൽ, ബി ഗിൽഗാലിൽ, സി പെനുവേലിൽ, ഡി ജെറീക്കോയിൽ. ഉത്തരം ബി ഗിൽഗാലിൽ. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 19. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം സംസ്കരിച്ചത് എവിടെ? എ ഷെക്കമിൽ, ബി ഗിൽഗാലിൽ, സി ഹെബ്രോണിൽ, ഡി ബാഷാനിൽ. ഉത്തരം എ ഷെക്കമിൽ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാം വാക്യം. ചോദ്യം 20. ജോഷുവയെ അടക്കം ചെയ്തത് എവിടെ? എ കിരിയാത്ത് യയാറിമിൽ, ബി കിരിയാത്ത് സേഫറിൽ, സി തിമ്നാത്ത് സേറായിൽ, ഡി ഷീലോയിൽ. ഉത്തരം സി തിമ്നാത്ത് സേറായിൽ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 30-ാം വാക്യം. സ്നേഹപൂർവ്വം ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.